ഏറ്റവും പരമ്പരാഗതമായി ഒട്ടും രാസചേരുവകളില്ലാതെ നല്ല ശുദ്ധമായ അത്തറുകൾ നിർമ്മിക്കുന്നത് നമ്മുടെ രാജ്യമാണ്. കഥ പറയാം. അത്തറിൻ്റെ മണമുള്ള മണ്ണും മണ്ണിൻ്റെ മണമുള്ള അത്തറും. ഉത്തർപ്രദേശിലെ കന്നൗജിനെ ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനൊരു കാരണമുണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. 7-ാം നൂറ്റാണ്ട് മുതൽ ഈ പ്രദേശങ്ങളിൽ പ്രകൃതിദത്തമായി അത്തറുകൾ നിർമ്മിക്കുന്നുണ്ട് എന്നാണ് ചരിത്രം. 1000-ലേറെ അത്തർ നിർമ്മാണശാലകൾ നിലവിൽ കന്നൗജിലുണ്ട്. പനിനീർ പൂവ്, മൈലാഞ്ചി, മുല്ല, കുങ്കുമം, ജമന്തി അങ്ങനെ നിരവധി പൂക്കളിൽ നിന്നും കൂടാതെ ചന്ദനമടക്കമുള്ള മരത്തടികളിൽ നിന്നും വേരുകളിൽ നിന്നും മണ്ണിൽ നിന്നു വരെ പ്രകൃതിദത്തമായി അവയുടെ സുഗന്ധം ദ്രാവക രൂപത്തിൽ ഇവിടെ വേർതിരിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് നേരിൽ കാണാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. മൈലാഞ്ചി പൂക്കളും പനിനീർ പൂവും മുല്ലയുമാണ് ഇന്നിവിടെയുള്ളത്. സീസണിനനുസരിച്ചാണ് ഇവയുടെ ലഭ്യത. ഈ ചെമ്പുപാത്രത്തിൽ അല്പം വെള്ളവും അതിനു മുകളിൽ പൂക്കളും നിക്ഷേപിക്കുന്നു. ഒരു പാത്രത്തിൽ മൈലാഞ്ചി പൂക്കളും മറ്റൊന്നിൽ മുല്ലയും ബാക്കിയിൽ പനിനീർ പൂക്കളുമാണ് നിലവിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. പാത്രം ശരിയായി അടച്ചുവെച്ച് ചുറ്റും മണ്ണ് തേച്ചെടുക്കുന്നു. പിന്നീട് ഈ പാത്രത്തിൽ നിന്നൊരു കുഴൽ വെള്ളത്തിലിറക്കി വെച്ച മറ്റൊരു ചെറിയ ചെമ്പുകുടവുമായി ബന്ധിപ്പിക്കുന്നു. ശേഷം പ്രധാന ചെമ്പുപാത്രത്തിന് താഴെ തീ കത്തിച്ചെടുക്കുന്നു. പാത്രം ചൂടാകുന്നതോടെ അകത്തെ വെള്ളവും പൂക്കളിലെ ദ്രാവകവും നീരാവിയായി പതിയെ ഈ പൈപ്പ് വഴി ചെമ്പുകുടത്തിലെത്തുന്നു. ഇവിടെ എത്തുന്ന നീരാവി തണുക്കുന്നതിന് വേണ്ടിയാണ് കുടം വെള്ളത്തിലിറക്കി വെച്ചിരിക്കുന്നത്. 8 മുതൽ 10 മണിക്കൂർ വരെയാണ് ഈ പ്രക്രിയക്ക് ആവശ്യമായ സമയം. അതുവരെ ഈ പാത്രത്തിന് താഴെ തീ കത്തിച്ചു വെക്കണം. നീരാവിയായി കുടത്തിലെത്തിയ ദ്രാവകം പക്ഷേ പ്രധാന പാത്രത്തിലെ വെള്ളവും പൂക്കളിലെ ദ്രാവകവും ചേർന്ന മിശ്രിതമാണ്. ഇതിൽ നിന്ന് വെള്ളം മാറ്റിയെടുക്കണം. അതിനായി ഈ കുടം ഒരു ദിവസം അനക്കാതെ വെക്കണം. അതുവഴി വെള്ളം താഴേക്കും പൂക്കളിൽ നിന്നുള്ള ദ്രാവകം എണ്ണ രൂപത്തിൽ മുകളിലേക്കും വേർതിരിഞ്ഞു വരും. കുടത്തിന് താഴെ ക്രമീകരിച്ച ദ്വാരം വഴി പിറ്റേന്ന് വെള്ളം മാത്രം പുറത്തെടുക്കും. ബാക്കി വരുന്ന എണ്ണയാണ് പൂക്കളുടെ പ്രകൃതിദത്തമായ അത്തർ. അത് മറ്റു പാത്രങ്ങളിലേക്ക് മാറ്റി സൂക്ഷിച്ചു വെക്കുന്നു. പക്ഷേ കുടത്തിന് താഴെ ഇപ്പോഴും വെള്ളവും അത്തറും കലർന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന മിശ്രിതത്തിൽ നിന്ന് വെള്ളം മാറ്റിയെടുക്കാൻ മറ്റൊരു വഴിയുണ്ട്. ഒട്ടകത്തിൻ്റെ തോല് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു തോൽപാത്രമാണിത്. അത്തർ നിർമ്മാണത്തിൻ്റെ അവസാനം അത്തറും വെള്ളവും ഒന്നുചേർന്ന മിശ്രിതം ഇതിലേക്ക് മാറ്റും. നമ്മുടെ ശരീരം വിയർപ്പിനെ പുറന്തള്ളുന്നത് പ്രകാരം ഈ തോൽപാത്രം വെള്ളത്തെ പതിയെ പുറന്തള്ളും. ഇന്ത്യയുടെ അത്തർ തലസ്ഥാനം എന്നാണ് കന്നൗജ് അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കന്നൗജിൽ നിന്നുള്ള ശുദ്ധമായ അത്തറുകൾ എത്തിച്ചേരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകളിലെയും സ്പ്രേകളിലെയും ബേസ് നോട്ട് അഥവാ അടിസ്ഥാന സുഗന്ധമാണ് ഈ ഓയിലുകൾ. പെർഫ്യൂമുകളിൽ മാത്രമല്ല, ഭക്ഷണ പദാർത്ഥങ്ങളിലും സോപ്പുകളിലും അഗർബത്തികളിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും പാൻ മസാലകളിൽ വരെ സുഗന്ധത്തിനായി ഇവ ഉപയോഗിക്കുന്നുണ്ട്. ഈ അത്തറിന് ഒരു മണ്ണിൻ്റെ മണമുണ്ട്. ഈ പറഞ്ഞതൊരു കാവ്യാത്മകമായ പ്രയോഗം മാത്രമല്ല. കന്നൗജിലെ ശുദ്ധമായ മണ്ണ് ഈ പ്രോസസ്സുകളിലൂടെ കടന്നു വന്നാണ് ഈ അത്തർ രൂപപ്പെടുന്നത്. വരണ്ടുണങ്ങിയ ഭൂമിയിൽ പെയ്യുന്ന ആദ്യ മഴയുടെ ഒരു സുഗന്ധമാണ് എനിക്കിതിന് ഫീൽ ചെയ്യുന്നത്. ആഹാ! പക്ഷേ ഈ സുഗന്ധം പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത് പാൻ മസാലകളിലാണെന്ന് മാത്രം. നിലവിൽ മുല്ല, മൈലാഞ്ചി, പനിനീർ പൂക്കളുടെ സീസണാണ് കന്നൗജിൽ. മൈലാഞ്ചിയുടെ ഇലകളല്ല, പകരം പൂക്കളാണ് അത്തർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. അത്തർ നിർമ്മാണശാലകളിലേക്ക് പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി പൂന്തോട്ടങ്ങളും കന്നൗജിലുണ്ട്. അതേ ചുറ്റിപ്പറ്റി ഒട്ടേറെ മനുഷ്യരുമുണ്ട്. തൈ നട്ടുപിടിപ്പിക്കുന്നവർ, പരിപാലിക്കുന്നവർ, പൂക്കൾ പറിച്ചെടുക്കുന്നവർ, നിർമ്മാണശാലകളിൽ ഈ പൂക്കൾ അത്തറായി രൂപാന്തരപ്പെടുത്തുന്നവർ. ഓരോ തുള്ളി അത്തറിലും ഈ മനുഷ്യരുടെ വിയർപ്പിൻ്റെ കൂടി സൗരഭ്യമുണ്ട്. ഒരിറ്റു സുഗന്ധം നമ്മുടെ ശരീരത്തിലെന്ന പോലെ മനസ്സിലും എപ്പോഴും കാത്തുവെക്കുക. ഹൃദയത്തിനൊരു സൗരഭ്യവും നമ്മുടെ വാക്കുകൾക്കൊരു സൗന്ദര്യവും അതുവഴി വന്നുചേരും. ആ പരിമളം ചുറ്റുമുള്ളവരിലേക്ക് കൂടി പതിയെ പടരും. വീണ്ടും കാണാം.